ശ്രീഹരിയെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് താനെന്ന് മീനാക്ഷിക്ക് നന്നായിട്ടറിയാം. തനിക്ക് ശ്രീഹരിയോട് പ്രണയമാണോ എന്ന് അവൾ ഈ അടുത്ത രാത്രികളിലെല്ലാം ആത്മപരിശോധന നടത്താറുണ്ട്. എന്തുകൊണ്ടാണ് താൻ ഇയാളെ സ്നേഹിക്കുന്നത്? പനി വന്ന് വയ്യാണ്ടായി കിടന്നപ്പോൾ തന്നെ എത്ര കരുതലോടെയാണ് ശ്രീഹരി നോക്കിയത്. അമ്മ അടുത്തില്ല എന്ന വിഷമം ഒരു നിമിഷം പോലും തനിക്ക് തോന്നിയിട്ടില്ല. അത്രമേൽ നന്നായിട്ടാണ് തന്നെ നോക്കിയത്. ഒരു വല്ലാത്ത ദുർഗന്ധമായിരുന്നു മുറി മുഴുവനും. അതൊന്നും വകവയ്ക്കാതെയാണ് ശ്രീഹരി അവളെ പരിചരിച്ചത്. ഈ പ്രവൃത്തികളാണോ ശ്രീയേട്ടനെ ഇഷ്ടപ്പെടാൻ കാരണമായത്? ആദ്യമായി ശ്രീയേട്ടനെ കണ്ടപ്പോൾ മുതൽ മനസ്സിന് വല്ലാത്തൊരു അഭിനിവേശം. തൻ്റെ പ്രിയപ്പെട്ട ഒരാൾ വന്നതുപോലെ. പക്ഷേ അതിനൊപ്പം തന്നെ അവളുടെ മനസ്സിനെ അലട്ടുന്ന വലിയൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. എന്തിനാണ് ശ്രീയേട്ടൻ ജയിലിൽ പോയത്? ഏതോ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്നാണ് ശോഭ ചേച്ചി പറഞ്ഞത്. ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ട് എവിടെയോ? അവൾ ശ്രീയേട്ടനെ കാത്തിരിക്കുകയാണോ എന്തോ? ഈ ചോദ്യത്തിന് നടുവിൽ അവനോടുള്ള ഇഷ്ടം പതുങ്ങി ഒളിക്കുകയാണ്. വലിയൊരു പരുന്ത് ചിറകടിച്ചു വരുന്നുണ്ട്. ഒരു തള്ളക്കോഴിയുടെ ചിറകിൻ്റെ കീഴിലേക്ക് കോഴിക്കുഞ്ഞ് ഒളിക്കുകയാണ്. അതുപോലെ തൻ്റെ പ്രണയവും ഒളിച്ചിരിക്കുകയാണ്. ശ്രീഹരി ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ തനിക്ക് അദ്ദേഹത്തോട് എന്തെങ്കിലും ചോദിക്കാമായിരുന്നു. പക്ഷേ തന്നോട് എന്തെങ്കിലും 1-2 വാക്കുകൾ മാത്രം കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. പിന്നെങ്ങനെ അദ്ദേഹത്തിൻ്റെ രഹസ്യം അറിയുവാനാകും? മീനാക്ഷി ശ്രീഹരി ഉറക്കെ വിളിക്കുന്നത് അവൾ കേട്ടു. അവൾ ചെന്നപ്പോൾ ശ്രീഹരി കുളി കഴിഞ്ഞു എങ്ങോട്ടോ പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ്. കരിനീല നിറമുള്ള ഷർട്ടാണ് വേഷം. എന്താ ശ്രീയേട്ടാ? അവൾ അവനോട് ചോദിച്ചു. ഞാൻ അമ്പലത്തിൽ പോകുവാണ്. കാവിൽ പൂരം ഇന്നുകൊണ്ട് തീരും. ഞാൻ വരാൻ കുറച്ച് ലേറ്റാകും, അവൻ പറഞ്ഞു. ഞാനും കൂടി വന്നോട്ടെ? പെട്ടെന്ന് അവൾക്ക് അങ്ങനെ ചോദിക്കുവാനാണ് തോന്നിയത്. പോന്നോളൂ, കുറച്ച് ആലോചിച്ച ശേഷം അവൻ മറുപടി കൊടുത്തു. മീനാക്ഷി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിമറിഞ്ഞു. ഓടിപ്പോയി അവൾ കുടമുല്ലപ്പൂക്കൾ കൊണ്ടൊരു മാല കെട്ടി വേഗം കുളിക്കാൻ കയറിപ്പോയി. മീനാക്ഷി, താൻ ഇതെന്തെടുക്കുക? ആറാട്ട് വന്ന അമ്പലത്തിൽ കയറിയാലും ഇന്ന് അമ്പലത്തിൽ എത്തുമോ നമ്മൾ? അവൻ ഉച്ചവയ്ക്കുന്നത് കേട്ടുകൊണ്ടാണ് മീനാക്ഷി ഇറങ്ങി വന്നത്. കഴിഞ്ഞു ശ്രീയേട്ടാ, ഇറങ്ങാം, അവൾ വിളിച്ചു പറഞ്ഞു. നീലയും പച്ചയും നിറമുള്ള ഒരു ധാവണിയെടുത്ത് മുടിയിൽ നിറയെ മുല്ലപ്പൂ ചൂടി അസലൊരു നാട്ടിൻ പുറത്തുകാരിയായാണ് അവൾ ഇറങ്ങി വന്നത്. സുന്ദരിയായി ഒരുങ്ങുവാൻ ഇന്ന് മീനാക്ഷിക്ക് ഇത്തിരിയേറെ സമയമെടുത്തു. അതൊറ്റ നോട്ടത്തിൽ തന്നെ ശ്രീഹരിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇത്രയും ഗ്ലാമറുള്ള ഒരു പെണ്ണ് കൂടെ ഉണ്ടായിട്ടും ഈ മരങ്ങോടനെ ഒന്ന് നോക്കുന്ന പോലുമില്ലല്ലോ എന്ന് മീനാക്ഷി പിറുപിറുത്തു. താൻ എന്തായാലും പറഞ്ഞോ? പെട്ടെന്ന് അവൻ ചോദിച്ചു. ഞാനോ? ഇല്ല ശ്രീയേട്ടാ, ഒന്നും പറഞ്ഞില്ലല്ലോ. മീനാക്ഷി നിഷ്കുവാരി വിതറി അവനെ ഒന്ന് നോക്കി. അമ്പലത്തിൽ ചെന്നപ്പോൾ എല്ലാ കണ്ണുകളും മീനാക്ഷിയിലായിരുന്നു. പലരും അവളെ നോക്കുന്നത് ശ്രീഹരിയും കണ്ടു. ശ്രീഹരിക്കും തോന്നി ഇവളാകെ മാറിയിരിക്കുന്നു എന്ന്. അവനോട് ചേർന്നായിരുന്നു അവളുടെ നടപ്പ്. ഇടയ്ക്കൊക്കെ ആളുകൾ തിക്കും തിരക്കും ഉണ്ടാക്കിയപ്പോൾ ശ്രീഹരി അവളെ തൻ്റെ മുന്നിൽ നിർത്തി. ചെണ്ടമേളവും താലപ്പൊലിയും ആനയും അമ്പാരിയും അങ്ങനെ ആകെ ബഹളമയമാണ് അമ്പലമുറ്റം. മീനാക്ഷി എല്ലാം ആസ്വദിച്ചു നിൽപ്പാണ്. തൊഴുതു കഴിഞ്ഞില്ലേ? ഇന്ന് നമ്മൾക്ക് പോകാം, ശ്രീഹരി പറഞ്ഞു. പോകാനോ? ഇപ്പോഴോ? അവൾ അവനെ നോക്കി. ഞാൻ പോകുക, താനെങ്കിലും ഇവിടെ നിന്നോ. അവൻ തിരികെ നടന്നു. ഗത്യന്തരമില്ലാതെ മീനാക്ഷി പിറകെ പോയി. ആനക്കൊട്ടിലെത്തിയതും മീനാക്ഷി ഗജവീരന്മാരെ കണ്ടു. അറിയാതെ ശ്രീഹരിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അവൻ്റെ തണുത്ത കരങ്ങളിൽ പതിഞ്ഞപ്പോൾ അവളുടെ കൈകൾ വിറകൊണ്ടു എങ്കിലും അവൻ ഒന്നുകൂടി ആ കൈകൾ മുറുകെ പിടിച്ചു. പെട്ടെന്ന് തന്നെ അവൻ കൈകൾ വിടുവിച്ചെങ്കിലും മീനാക്ഷി ഊറിച്ചിരിച്ചു. ഇടയ്ക്ക് അവളുടെ നോട്ടം കുപ്പിവളകളിലേക്ക് തിരിഞ്ഞത് അവൻ കണ്ടില്ലെന്ന് നടിച്ചു. ശ്രീയേട്ടാ, ഞാൻ പേഴ്സ് എടുത്തില്ല. ക്യാഷ് ഉണ്ടോ കയ്യിൽ? എന്തിന്? ആവശ്യം മനസ്സിലായെങ്കിലും അവൻ ഗൗരവത്തിലായിരുന്നു. അത് പിന്നെ എനിക്ക് കുറച്ച് കുപ്പിവളയും കൺമഷിയും. നിനക്ക് അതൊന്നും ഇല്ലേ മീനാക്ഷി? നാളെ ആ ടൗണിൽ നിന്ന് എങ്ങാനും മേടിക്കി എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞതും കണ്ടു ചുവപ്പും പച്ചയും ഇടകലർന്ന നിറക്കൂട്ടുകളിലേക്ക് നോക്കി നിൽക്കുന്ന മീനാക്ഷിയെ. എന്താന്ന് വെച്ചാൽ മേടിക്കി, പോകേണ്ടേ എന്ന് പറഞ്ഞു അവൻ ധൃതി കൂട്ടി. ഒരു വശലൻ ചിരിയോടെ അവളെ നോക്കി നിൽക്കുകയാണ് വിൽപ്പനക്കാരൻ. ഇവൾക്കിത് എന്തിൻ്റെ കേടാണോ? ശ്രീഹരി അവനെ നോക്കി പല്ലി നെരിച്ചുകൊണ്ടാണ് അവളുടെ അടുത്തേക്ക് ചെന്നത്. അവൾ ചൂണ്ടിയ ചുവപ്പ് നിറമുള്ള വളകൾ എടുത്തു കൊടുത്ത വിൽപ്പനക്കാരൻ അവളുടെ കൈ നീട്ടാൻ പറഞ്ഞപ്പോൾ ശങ്കിച്ചുകൊണ്ട് ശ്രീഹരിയെ പിന്തിരിഞ്ഞു നോക്കിപ്പോയി മീനാക്ഷി. അവൻ വേഗം അത് അയാളോട് മേടിച്ച് എന്നിട്ട് അവളുടെ കൈത്തണ്ടയിൽ അണിയിച്ചു കൊടുത്തു. താമരമൊട്ടുപോലെ കൂമ്പിയ അവളുടെ ചന്ദന നിറമാർന്ന കൈത്തടത്തിലേക്ക് വളകൾ കയറിയപ്പോൾ അവൾക്ക് പ്രണയത്തിൻ്റെ നോവാണ് തോന്നിയത്. ശ്രീയേട്ടാ, ദേ ആ പച്ചക്കുപ്പിവളയും ഒരു കൺമഷിയും കൂടെ. നീ വേഗം വരുന്നുണ്ടോ? ഇനിയും മഴ പെയ്യും. പോയി വേഗം വണ്ടിയിൽ കയറ്. ആവശ്യത്തിന് വാങ്ങിയില്ലേ മീനാക്ഷി?
അവൻ ചെറുതായി ദേഷ്യപ്പെട്ടപ്പോൾ മീനാക്ഷി വേഗം നടന്നുപോയി. കുപ്പിവളകളുടെ കാശ് കൊടുത്തപ്പോൾ ഒരു സെറ്റ് പച്ച കുപ്പിവളകളും കൺമഷിയും വാങ്ങാൻ അവൻ മറന്നില്ല. അവൻ കാറിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ കണ്ടു മുൻസീറ്റിൽ കയറി അധികാരത്തോടെ തന്നെ നോക്കിയിരിക്കുന്ന മീനാക്ഷിയെ. മുരടൻ, ഇങ്ങനെയുണ്ടോ ആണുങ്ങൾ? കൊള്ളാം. എന്തായാലും നീ എന്താ പിറുപിറുത്തോ? അവൻ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ലേ, തോന്നിയതാവും. അവളൊന്ന് നീട്ടിയാണ് മറുപടി കൊടുത്തത്. ദാ, ഇനി ഇത് കിട്ടാഞ്ഞിട്ട് ഇയാൾ വിഷമിക്കേണ്ട, വെച്ചോളൂ. അവനത് കയ്യിലിരുന്ന പൊതി അവൾക്ക് കൊടുത്തു. നോക്കിയപ്പോൾ കണ്ടു പച്ച കുപ്പിവളയും കൺമഷിയും. അവൾ ശ്രീഹരിയെ നോക്കി. അവൻ ഡ്രൈവ് ചെയ്യുന്നതിൽ ആയിരുന്നു ശ്രദ്ധ മുഴുവൻ. സത്യത്തിൽ തന്നോട് ഇഷ്ടം വല്ലതും ഉണ്ടോ ആവോ, അതോ ചുമ്മാതെയാണോ? എന്താ മീനാക്ഷി, എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? പെട്ടെന്ന് അവൻ്റെ ശബ്ദമുയർന്നു. ഇല്ലില്ല, ഒന്നുമില്ല ശ്രീയേട്ട. അവൾ പെട്ടെന്ന് മുന്നോട്ട് നോക്കിയിരുന്നു. അന്ന് വീട്ടിലെത്തിയപ്പോൾ അവളാകെ സന്തോഷവതിയായിരുന്നു. ശ്രീഹരി ഭക്ഷണം കഴിച്ചിട്ട് നേരെ കിടക്കാനായി പോയി. അവൻ അണിയിച്ച കുപ്പിവളകളിലേക്ക് ഉമ്മ വെച്ചുകൊണ്ട് അവൾ മിഴികൾ പൂട്ടി. പിറ്റേ ദിവസം മീനാക്ഷിക്ക് ശമ്പളം കിട്ടുന്ന ദിവസമായിരുന്നു. അവൾക്ക് ചില കണക്കുകൂട്ടൽ ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് അവൾ കുറച്ചു താമസിച്ചാണ് വീട്ടിൽ മടങ്ങിയെത്തിയത്. എവിടെയായിരുന്നു ഇതുവരെ? ശ്രീഹരി അവളോട് ചോദിച്ചു. ഇന്ന് എനിക്ക് ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതാണ്, അവൾ പറഞ്ഞു. അവനൊന്ന് മൂളിയിട്ട് അകത്തേക്ക് പോയി. സന്ധ്യയ്ക്ക് നാമജപം കഴിഞ്ഞാണ് മീനാക്ഷി ഒരു കവറുമായിട്ട് ശ്രീഹരിയുടെ അടുത്തേക്ക് ചെന്നത്. എന്താ ഇത്? അവൻ അവളോട് ചോദിച്ചു. തുറന്നു നോക്ക്, അവൾ പറഞ്ഞു. അവൻ പതിയെ അത് തുറന്നു. ഒരു മൊബൈൽ ഫോൺ ആയിരുന്നു അതിൽ. ശ്രീഹരിക്ക് മൊബൈലില്ലെന്നുള്ള കാര്യം മീനാക്ഷിക്ക് അറിയാം. അതുകൊണ്ടാണ് അവൾ അത് മേടിച്ചത്. ഞാൻ ശ്രീയേട്ടന് വേണ്ടി മേടിച്ചതാണ്. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒന്ന് വിളിക്കാമല്ലോ. മീനാക്ഷി അതീവ ഉത്സാഹത്തോടെ അവനെ നോക്കി. എനിക്കിപ്പോൾ ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല, ഇത് താൻ എടുത്തോളൂ. ശ്രീഹരി അത് തിരിച്ചു കൊടുത്തു. മീനാക്ഷിയുടെ മുഖം വാടിയെങ്കിലും അവനത് കൂട്ടാക്കാതെ അകത്തേക്ക് കയറിപ്പോയി. അവൾക്ക് പിന്നീട് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എത്രമാത്രം സന്തോഷത്തോടെയാണ് താൻ ഇത് മേടിച്ചു കൊണ്ടുവന്നത്. പക്ഷേ ശ്രീഹരിയാണെങ്കിൽ ഒന്നും പറയാതെ അകത്തേക്ക് പോയി. മീനാക്ഷി അതുമായിട്ട് അവളുടെ മുറിയിലേക്കും. വൈകിട്ട് എന്നും ശ്രീഹരി നേരത്തെ കിടക്കും. മീനാക്ഷിയാണെങ്കിൽ കുറച്ചു സമയം TV കാണും. അത് കഴിഞ്ഞു അവളും പോയി കിടക്കും. പക്ഷേ ഇന്ന് അവൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി അത്താഴം കഴിച്ചിട്ട് മുറിയിലേക്ക് പോകാനായി തിരിഞ്ഞതും ശ്രീഹരി അവളെ വിളിച്ചു. മുഖമൊക്കെ വാടിയാണ് ഇരിക്കുന്നത് അവളുടെ. മീനാക്ഷി അവൻ വിളിച്ചുവെങ്കിലും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ തിരികെ റൂമിലേക്ക് കയറിപ്പോയി. അന്ന് അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞേയില്ല. ആ മൊബൈൽ ഫോൺ മേശമേൽ ഇരിപ്പുണ്ട്. ഒരുപാട് സന്തോഷത്തോടെയാണ് അതുമായി താൻ വന്നത്. പക്ഷേ ശ്രീയേട്ടൻ അത് നിരസിക്കുമെന്ന് ഓർത്തില്ല. കടക്കണ്ണിൽ 2 ഗോളങ്ങൾ ഉരുണ്ടുകൂടി. അത് നീരുറവയായി ഒഴുകി. കൺമഷി മുഴുവൻ പടർന്നൊലിച്ചു. അവൾക്ക് സങ്കടം അണപൊട്ടി ഒഴുകി. വല്ലാത്തൊരു നൊമ്പരം വന്നു മൂടുന്നു. നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? അവൻ നിന്നോട് എപ്പോഴെങ്കിലും ഇഷ്ടം പറഞ്ഞോ മീനാക്ഷി? നീ എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത്? അവളുടെ മനസ്സാക്ഷി പോലും അവളോട് വഴക്ക് കൂടുകയാണ്. രാവേറെ ചെന്ന് എപ്പോഴോ അവൾ ഒന്ന് മയങ്ങി. കാലത്ത് എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അവൾ നേരെ പൂജാമുറിയിൽ പോയി. വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച ശേഷം അവൾ അടുക്കളയിലേക്ക് ചെന്നു. അരച്ചു വെച്ച മാവിൽ നിന്ന് കുറച്ചെടുത്ത് അവൾ ഇഡലി ഉണ്ടാക്കി. ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അതിനുശേഷം സാമ്പാർ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി. മീനാക്ഷി ശ്രീഹരി വിളിച്ചപ്പോൾ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എടോ, ഒന്നും പറയണ്ട ശ്രീയേട്ട, ഞാൻ ഒത്തിരി അതിര് കടന്നു. പലപ്പോഴും ഞാൻ ഒക്കെ ക്ഷമിക്കണം കേട്ടോ. അവൾ വീണ്ടും അവളുടെ ജോലി തുടർന്നു. അവൻ കൂടുതലൊന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നും ഓഫീസിൽ പോകും മുമ്പ് അവളാണ് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അന്ന് പക്ഷേ അവൾ നേരെ റൂമിൽ ചെന്ന് ഒരുങ്ങി വേഗം ജോലിക്ക് പോകാൻ തയ്യാറായി വന്നു. ശ്രീഹരിക്കും വിഷമം തോന്നി. എന്തായാലും അവൾ ജോലിക്ക് പോയി വരട്ടെ എന്നവൻ തീരുമാനിച്ചു. തിരികെ അവൾ വരുന്നതും കാത്ത് അവൻ ഉമ്മറത്ത് ചാരുകസേരയിൽ കിടക്കുകയാണ്. റോഡിൽ കൂടി മീനാക്ഷി വേഗം വരുന്നത് അവന് കാണാം. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. മീനാക്ഷി, എനിക്ക് ഇയാളോട് പിണക്കമുണ്ടായിട്ടല്ല ഞാൻ ആ മൊബൈൽ മേടിക്കാഞ്ഞത്. വെറുതെ തൻ്റെ ക്യാഷ് കളഞ്ഞിട്ട് കോഫി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർക്കപ്പുറത്ത് അവൻ വന്നത്. ഇയാൾക്ക് വിഷമമായെങ്കിൽ അതെനിക്ക് തന്നോളൂ, അവൻ പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, അത്രയ്ക്ക് വിഷമമൊന്നുമില്ല. ഞാനത് നാട്ടിൽ പോകുമ്പോൾ അച്ഛന് കൊടുത്തോളാം, അവൾ അലക്ഷ്യമായി പറഞ്ഞു. ഇയാൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ചെറുപ്പക്കാരനല്ല ഞാൻ, അറിയാമല്ലോ അല്ലേ? ശോഭ ചേച്ചി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? അവൻ പതിയെ അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അവളുടെ നേർക്ക് ശ്രീഹരി നടന്നു വന്നതും അവളൊന്ന് പകച്ചു.